നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ മലയാളമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ നിന്ന് നമുക്ക് എത്ര മാർക്കാണുള്ളത്? 10 മാർക്കാണല്ലേ ഉള്ളത്. അപ്പോൾ 10 മാർക്കിൽ നമുക്കൊരു 6 മാർക്കെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും വാങ്ങേണ്ടത് അനിവാര്യമാണല്ലേ. അപ്പോൾ കഴിഞ്ഞ UPSC എക്സാമിന് കുറച്ച് ടഫായിരുന്നു മലയാളം. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് 3 മാർക്ക് ഉറപ്പാണ്. 3 മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ കവികളെ കുറിച്ചിട്ടും അവരുടെ പ്രധാനപ്പെട്ട കൃതികളെയും കൂടി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡേറ്റുകളാണ് ഓർത്തിരുന്നത്. അതിൽ നിന്ന് എന്തായാലും കൂട്ടുകാർക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതേപോലെ 3 മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ഇതായിട്ട് ലെക്ചർ നോട്ട് പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് തകഴി ശിവശങ്കര പിള്ളേനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തകഴി ശിവശങ്കര പിള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ഏത്? രണ്ടിടങ്ങഴി നോവൽ. ഇതാണ് രണ്ടിടങ്ങഴി. അതിലെ കഥാപാത്രങ്ങളാണ് ഏതൊക്കെ? കോരൻ, ചിരുത, ചാത്തൻ. പ്രധാന കഥാപാത്രങ്ങൾ രണ്ടിടങ്ങഴി നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ആരൊക്കെ? കോരൻ, ചിരുത, ചാത്തൻ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ, ചിരുത എന്ന് പറഞ്ഞ കഥാപാത്രം തകഴി ശിവശങ്കരപിള്ളയുടെ ഏത് നോവലിൽ നിന്ന് എടുത്തിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെന്ന് ആൻസർ ചെയ്യാം? രണ്ടിടങ്ങഴി നോവലിലാണ് ചിരുത എന്ന കഥാപാത്രം. അപ്പോൾ അതുകൊണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട നോവലുകളിലൊക്കെ കഥാപാത്രങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. അപ്പം തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങഴി നോവല്, കോരൻ, ചിരുത, ചാത്തൻ പ്രധാന കഥാപാത്രങ്ങൾ. ഇനി അടുത്ത നോവലാണ് ചെമ്മീൻ. ചെമ്മീൻ എഴുതിയത് ആരാണ്? തകഴിയുടെയാണ്. ഇനി ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്, നോവലിസ്റ്റാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് ഏത്? കയറ്. കയറ് കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ് കയറ്. അതുപോലെ തന്നെ രണ്ടിടങ്ങഴിയും കുട്ടനാടിലെ കർഷകരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഏണിപ്പടികൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഏണിപ്പടികൾ. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് ജീവിതം ആസ്പദമാക്കി രചിച്ചിട്ടുള്ളതാണ് ഏത്? ഏണിപ്പടികൾ. അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ചെമ്മീൻ. അതറിയാവുന്നതാണല്ലേ, മത്സ്യത്തൊഴിലാളിയുടെ ജീവിതമാണ് ചെമ്മീൻ എന്ന്. ഇനി തോട്ടിയുടെ മകൻ, അടിയൊഴുക്കുകൾ ഇതെല്ലാം തന്നെ ആരുടെയാണ്? തകഴി ശിവശങ്കരപിള്ളയുടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? രണ്ടിടങ്ങഴി, ചെമ്മീൻ, പിന്നെ എന്താണ്? കയർ, ഏണിപ്പടികൾ, പിന്നെ ഏതാണ്? തോട്ടിയുടെ മകൻ, അടിയൊഴുക്കുകൾ. ഓർത്തിരിക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തതാണ് വയലോപ്പള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതായത് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതകളുടെ പ്രത്യേകത എന്താണ്? കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് അറിയപ്പെടുന്നത്. കഞ്ഞിക്കൊയ്ത്ത്, വിത്തും കൈക്കോട്ടും, കടൽ കാക്കകൾ, മകരക്കൊയ്ത്ത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. മൃദുസഞ്ജീവിനിയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യനാടകം. കാവ്യലോക സ്മരണകൾ ആത്മകഥയാണ്. വയലോപ്പള്ളിയുടെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ നാടകമാണ്. അപ്പോൾ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നറിയപ്പെടുന്ന എന്നൊരു വിശേഷണത്തോടു കൂടി അറിയപ്പെടുന്നത് ആരുടെ കവിതകളാണ്? വയലോപ്പള്ളിയുടെ കവിതകളാണ്. കഞ്ഞിക്കൊയ്ത്ത്, വിത്തും കൈക്കോട്ടും, കടൽ കാക്കകൾ, മകരക്കൊയ്ത്ത് പ്രധാന കൃതികളാണ്. മൃദുസഞ്ജീവിനി കാവ്യനാടകം, കാവ്യ ലോകസ്മരണകൾ ആത്മകഥ, ഋഷ്യശൃംഖനും അലക്സാണ്ടറും നാടകമാണ്. അടുത്തതാണ് കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ്. അടുത്തത് വി മധുസൂദനൻ നായർ. അദ്ദേഹത്തിൻ്റെയാണ് നാറാണത്തു ഭ്രാന്തൻ, ഗാന്ധർവം, ഗാന്ധി. നാറാണത്തു ഭ്രാന്തൻ, ഗാന്ധർവം, ഗാന്ധി ഇതാരുടെയാണ്? വി മധുസൂദനൻ നായരുടെയാണ്. മിത്രത്തെ പോലെ ദോഷിപ്പാനായ മിത്രം മിത്രമാക്കി പ്രത്യഹം ദുഷ്കർമ്മം ചെയ്തിടുന്നവൻ മൂഢൻ. മിത്രത്തെ ദോഷിപ്പാനായ മിത്രം മിത്രമാക്കി പ്രത്യഹം ദുഷ്കർമ്മം ചെയ്തിടുന്നവൻ മൂഢൻ.
ഇത് ആരുടെയാണ്? എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ ഇതേപോലെ കുറേ എന്താ പറയുക ഭാഗങ്ങൾ തന്നിട്ട് ഇത് ആരുടെ കവിതയാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു മോഡൽ തന്നിട്ടുള്ളൂ കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരാനുണ്ട്. അപ്പം അത്രയും എന്താ പറയുക അത്രയും തന്നിരുന്ന് നമ്മുടെ സമയം ഒരുപാട് പോകും. അപ്പോൾ കൂട്ടുകാരതൊന്ന് നോക്കിയിട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുള്ളൂ. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. മിത്രത്തെ ദോഷിപ്പാനായ മിത്രം മിത്രമാക്കി പ്രത്യേകം ദുഷ്കർമ്മം ചെയ്തിടുന്നവൻ മൂഢൻ. മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെയാണ്. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്ത വരികളാണ്. അപ്പോൾ ഇത് ആരുടെയാണ്? ഇങ്ങനെ വരികൾ തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള 1-2 കോട്ട്സൊക്കെ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യർ 18-ാം നൂറ്റാണ്ടിൽ ഉള്ള, അതായത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു കവിയാണ് ആര്? ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ ആരുടെയാണ്? ഉണ്ണായി വാര്യരുടെയാണ്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ഏത്? നളചരിതം ആട്ടക്കഥ. എന്താണ് നമ്മൾ പറഞ്ഞത്? ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ഏത്? നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ ആരുടെയാണ്? ഉണ്ണായി വാര്യരുടെയാണ്. അദ്ദേഹം ഏത് നൂറ്റാണ്ടിലുള്ളതാണ്? 18-ാം നൂറ്റാണ്ടിലെ കവിയാണ്. അടുത്തത് കുട്ടിക്കൃഷ്ണമാരാര്. കുട്ടിക്കൃഷ്ണമാരാരുടെയാണ് ഭാരത പര്യടനം. ഇനി അടുത്തത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. MT വാസുദേവൻ നായരുടെയാണ് കാതികൻ്റെ പണിപ്പുര. MT വാസുദേവൻ നായരുടെ കാതികൻ്റെ പണിപ്പുര. അക്കർ മാഷി ശരൺകുമാർ ലിംബോളയുടെയാണ് അക്കർ മാഷി. അക്കർ മാഷി ആരുടെയാണ്? ശരൺകുമാർ ലിംബോളെ. വയലാർ രാമവർമ്മയുടെ കൊന്തയും പൂണൂലും കല്യാണ സൗഗന്ധികം കവിതാ സമാഹാരമാണ് കേട്ടോ. ആയിഷ ഖണ്ഡകാവ്യം പുരുഷാന്തരങ്ങളിലൂടെ യാത്രാവിവരണം. വയലാർ രാമവർമ്മയുടെ കൊന്തയും പൂണൂലും കല്യാണ സൗഗന്ധികം കവിതാ സമാഹാരമാണ്. ആയിഷ ഖണ്ഡകാവ്യമാണ്. പുരുഷാന്തരങ്ങളുടെ യാത്രാവിവരണമാണ്. ഇനി അടുത്തതാണ് SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ ഫുൾ നെയിമാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ ഫുൾ നെയിം എന്താണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. അദ്ദേഹം കോഴിക്കോടാണ് ജനിച്ചത്. ലോകസഭാംഗമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ നാട് ഏതാണ്? പൊറ്റക്കാടിൻ്റെ കോഴിക്കോടാണ്. പിന്നെ ലോകസഭാംഗമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് SK പൊറ്റക്കാടിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കുറച്ചുകൂടി എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കോഴിക്കോട്ടുകാരനാണ്, ലോകസഭാംഗമാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കവിയാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, മൂടുപടം. മൂടുപടം നോവലാണ് കേട്ടോ. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, സിംഹഭൂമി, ബാലിദ്വീപ് യാത്രാ വിവരണമാണ്. അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, ഇത് കൂട്ടുകാർക്ക് പെട്ടെന്ന് കേട്ടാൽ അറിയാം അല്ലേ? ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയൊക്കെ. അതുപോലെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, അതും ചോദിച്ചിട്ടുള്ളതാണ്. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, സിംഹഭൂമി, പിന്നെ എന്താണ്? മൂടുപടം. മൂടുപടം എന്താണ്? നോവലാണ്. ബാലിദ്വീപ് യാത്രാ വിവരണമാണ് കേട്ടോ. അപ്പോൾ അതും ഓർത്തിരിക്കുക, പഠിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ സുമിത്രയുടെ മകനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സൗമിത്രി. എന്താണ് സുമിത്രയുടെ മകൻ? സൗമിത്രി. ലക്ഷ്മണനാണ് കേട്ടോ. സുമിത്രയുടെ മകൻ ആരാണ്? ലക്ഷ്മണൻ. സൗമിത്രി എന്ന് പറയും. ഞാനിവിടെ എഴുതി വെച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനത് കൂട്ടത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രപിതാമഹൻ. പ്രപിതാമഹൻ എന്ന് വെച്ചാൽ ആരാണ്? മുത്തച്ഛൻ്റെ പിതാവാണ്. പ്രപിതാമഹൻ മുത്തച്ഛൻ്റെ പിതാവ്. ദ്വിഗഞ്ജയം ദിക്കുകളെ ജയിക്കുന്നവൻ ആരാണോ അവനാണ് ആര്? ദുഗ്ഗീജയം. ദുഗ്ഗീജയം ആരാണ്? ദിക്കുകളെ ജയിക്കുന്നവൻ. അടുത്തത് ONV കുറിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇതെല്ലാം 10ാം ക്ലാസ്സിലാട്ടോ. ഞാൻ ആദ്യം നോക്കിയത് 10ാം ക്ലാസ്സിലാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. 10ാം ക്ലാസ്സിലാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇനി അതും ഇപ്പോൾ പറയുന്നതും 10ാം ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ. ONV കുറിപ്പാണ്. ONV കുറിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? കേരള കലാമണ്ഡലം ചെയർമാനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം, ഉജ്ജയിനി. ONV കുറിപ്പിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം, ഉജ്ജയിനി. അടുത്തതാണ് കാളിദാസൻ. കാളിദാസൻ ആരാണ്? സംസ്കൃത മഹാകവിയാണ് കാളിദാസൻ. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ് കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർ ഉർവശിയം ഇതൊക്കെ നാടകങ്ങളാണ്. കാളിദാസന്റെ നാടകം ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം ഇത് മൂന്നും ഏതാണ്? നാടകങ്ങളാണ്. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം. ഇനി കുമാരസംഭവം, രഘുവംശം ഇത് രണ്ടും ഏതാണ്? മഹാകാവ്യങ്ങളാണ്. കാളിദാസന്റെ മഹാകാവ്യങ്ങളാണ് കുമാരസംഭവം, രഘുവംശം. അടുത്തത് ഋതുസംഹാരം, ഖണ്ഡകാവ്യമാണ്. ഋതുസംഹാരം ഖണ്ഡകാവ്യം. മേഘസന്ദേശം സന്ദേശകാവ്യമാണ്. മേഘസന്ദേശം ഏതാണ്? സന്ദേശ കാവ്യമാണ്. ഇനി അടുത്തതാണ് AR രാജരാജ വർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജ വർമ്മയാണ്. കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ശബ്ദശോധിനി, മധ്യമ വ്യാകരണം തുടങ്ങി ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളാണ്. എന്താണ്? കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ശബ്ദശോധിനി, മധ്യമ വ്യാകരണം തുടങ്ങിയവ ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളും. ഇനി ഭാഷാകുമാരസംഭവം, മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അപ്പം AR രാജരാജവർമ്മയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഭാഷാകുമാരസംഭവം, മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല. മലയാള ശാകുന്തളം രാജരാജവർമ്മയുടെയാണ്. അഭിജ്ഞാന ശാകുന്തളം ആരുടെയാണ് നമ്മൾ പഠിച്ചത്? കാളിദാസൻ്റെയാണ്. രണ്ടും ശാകുന്തളം തന്നെയാണ് കേട്ടോ. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളവും രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളവുമാണ്. കാളിദാസൻ ഏത് കവിയാണ്? സംസ്കൃത കവിയാണ്. ഓക്കെ. ഇനി അടുത്തത് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. മലപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. തിരൂരിലുള്ള തൃക്കണിയൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. മലയാള ഭാഷാ പിതാവ് ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പ്രധാന കൃതികൾ ഏതാണ്? അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം, കിളിപ്പാട്ട്. ഏതാണ് പ്രധാന കൃതികൾ? അധ്യാത്മ രാമായണം, കിളിപ്പാട്ടും അതുപോലെ തന്നെ മഹാഭാരതം, കിളിപ്പാട്ട്. അടുത്തത് വിക്ടർ ഹ്യൂഗോ. അദ്ദേഹത്തിൻ്റെ നോവലാണ് ലാ മിറാബിലെ. പ്രധാന കൃതിയാണ് അല്ലേ? ഏതാണ്? വിക്ടർ ഹ്യൂഗോൻ്റെ ലാ മിറാബിലെ. നാലാപ്പാട്ട് നാരായണ മേനോൻ ഈ കൃതി പാവങ്ങൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. ഏതാണ്? വിക്ടർ ഹ്യൂഗോൻ്റെ ലാ മിറാബിലെ എന്ന കൃതി നാലാപ്പാട്ട് നാരായണ മേനോൻ എങ്ങനെയാണ്, ഏതിലേക്കാണ് പരിഭാഷപ്പെടുത്തിയത്? പാവങ്ങൾ എന്ന് മലയാളത്തിലേക്ക്, അതായത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ആ കൃതിയുടെ പേരാണ് പാവങ്ങൾ. പാവങ്ങൾ ആരാണ് എഴുതിയത്? നാലാപ്പാട്ട് നാരായണ മേനോൻ. ആരുടെയാണ്? വിക്ടർ ഹ്യൂഗോൻ്റെ ലാ മിറാബിലെ എന്ന കൃതിയാണ്. അതൊരു നോവലാണ് കേട്ടോ. ആ ഒരു കൃതിയെ പാവങ്ങൾ എന്ന പേരിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇനി നാലാപ്പാട്ട് നാരായണ മേനോൻ മലയാള സാഹിത്യത്തിൽ ഭാവഗീത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. മലയാള സാഹിത്യത്തിൽ ഭാവഗീത പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? നാലാപ്പാട്ട് നാരായണ മേനോനാണ്. കണ്ണുനീർ തുള്ളിയാണ് അദ്ദേഹത്തിൻ്റെ വിലാപകാവ്യം. അടുത്തത് കുമാരനാശാൻ. കായിക്കരയിലാണ് ജനിച്ചത്. കുമാരനാശാൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കര. കായിക്കര. നളിനിയാണ് ഖണ്ഡകാവ്യം. ആധുനിക മഹാകവയത്രത്തിലെ ഒരാളാണ്. നളിനിയും ദിവാകരനും, അതായത് നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ പ്രധാന ആൾക്കാരാണ്. ആരൊക്കെ? കഥാപാത്രങ്ങളാണ് നളിനിയും ദിവാകരനും. അപ്പോൾ കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാണ്? നളിനിയാണ് അല്ലേ? അപ്പോൾ മലയാളം തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി മലയാളം പറയാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.